നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും. 40 ദിവസം നീണ്ട പരസ്യപ്രചാരണത്തിന് ശേഷമാണ് സംസ്ഥാനം നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടന്നത്. അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടർമാർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ദിവസം കൂടിയാണ് ഇന്ന്. അടിയൊഴുക്കുകൾക്ക് തടയിടാനുള്ള അവസാന നീക്കമാണ് മുന്നണികൾ നടത്തുക. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 25,231 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ 2.77 കോടി വോട്ടർമാരാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സുരക്ഷയൊരുക്കാൻ 66,303 പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് 62 കമ്പനി കേന്ദ്രസേനയെയും നിയോഗിച്ചിട്ടുണ്ട്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്നും രാവിലെ 10 മണിയോടെ വിതരണം ആരംഭിച്ചു. ഇരുമണ്ഡലങ്ങളിലെയും വരണാധികാരികളുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പട്ടാമ്പി, തൃത്താല നിയോജകമണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്നും വിതരണം ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതലായിരുന്നു വിതരണം ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളാണ് ഇവിടെ നിന്നും വിതരണം ചെയ്തത്. അതാത് മണ്ഡലങ്ങളിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ 162 ബൂത്തുകളും തൃത്താല നിയോജകമണ്ഡലത്തിൽ 152 ബൂത്തുകളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 1600ഓളം ഉദ്യോഗസ്ഥരാണ് ഇരു മണ്ഡലങ്ങളുമായി പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളും രാവിലെ മുതൽ തന്നെ പട്ടാമ്പി കോളേജ് പരിസരത്ത് എത്തിയിരുന്നു. 16ഓളം കൗണ്ടറുകളിലായാണ് സാമഗ്രികൾ വിതരണം ചെയ്തത്. നേരത്തെ തന്നെ ഓൺലൈനുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനാൽ വിതരണവും ഉച്ചയോടെ തന്നെ പൂർത്തിയാക്കാനായി. കുറ്റമറ്റ രീതിയിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നതെന്ന് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ സബ് കളക്ടർ സച്ചിൻ സൂചിപ്പിച്ചു. 26-ാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലെയും ഉദ്യോഗസ്ഥർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വളരെ സുഗമമായിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ സജ്ജീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സൗജന്യമായിട്ടുള്ള ഭക്ഷണം, ഫാന്, ലൈറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരവരുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരാനുള്ള വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് റൂം ഇന്ന് രാവിലെയാണ് തുറന്നിരിക്കുന്നത്. ഇനി നാളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ വോട്ടിംഗ് പട്ടാമ്പി കേരളത്തിൽ മുഴുവൻ പട്ടാമ്പിയിൽ ഉൾപ്പെടെ നടക്കുകയാണ്. അതിന് പട്ടാമ്പിയും എല്ലാ രീതിയിലും സജ്ജമായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ അതാത് ബൂത്തുകളിലെത്തി വോട്ടിംഗ് സാമഗ്രികൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. ചേലക്കര നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ ചേലക്കര മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും തൃശൂർ സർവേ ലാൻഡ് റെക്കോർഡ്സ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ MA ആശയുടെ നേതൃത്വത്തിലാണ് വിതരണം നടന്നത്. 177 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണത്തിനായി 840 ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. പ്രത്യേകം സജ്ജമാക്കിയ വാഹനങ്ങളിൽ ഇവരെ ബൂത്തുകളിൽ എത്തിച്ചു. വെള്ളിയാഴ്ച ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം സാമഗ്രികൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിക്കും. പരിശോധനയ്ക്കു ശേഷം സീൽ ചെയ്യുകയും തുടർന്ന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ എത്തിച്ച് 1 മാസത്തോളം കോളേജിൽ സൂക്ഷിക്കുമെന്നും MA ആശ പറഞ്ഞു. 061 ചേലക്കരയുടെ ഡിസ്ട്രിബ്യൂഷനാണ് ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിൽ നടക്കുന്നത്. 8 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറക്കുകയും 177 ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ 11 മണിയോടുകൂടി ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൈപ്പറ്റി അവരവരുടെ വണ്ടികളിലായിട്ട് അതാത് ബൂത്തുകളിലേക്ക് പോകുന്നതിനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ 30 ബൂത്തുകളിൽ ഇലക്ഷൻ ജോലികൾ ആരംഭിക്കും. 6 മണിയോടുകൂടി അവസാനിച്ച് ചെറുതുരുത്തി ഹൈസ്കൂളിൽ റിസീവ് ചെയ്ത് പാലക്കാടേക്ക് കാപ്പി സെന്ററിലേക്ക് ഇതിനെ കൊണ്ടുപോകും. തലപ്പള്ളി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽ CC ജോയ്, ഹെഡ് ക്ലർക്ക് CG, റീസർവേ ക്രാഫ്റ്റ്മാൻ A ഷിനോജ്, തലപ്പള്ളി താലൂക്ക് ഭൂരേഖ തഹസിൽദാർ PG നാരായണൻകുട്ടി, ഡെപ്യൂട്ടി തഹസിൽദാർ ലിജോ ജോസ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് PV അനിൽകുമാർ, വടക്കാഞ്ചേരി AEO VM ബുഷറ തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ വാഹനാപകടം. സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 3 പേർക്ക് പരിക്ക്.
പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിലാണ് വ്യാഴാഴ്ച ഉച്ചയോടെ അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തുനിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ആമയൂർ സെന്ററിലെ ശിവക്ഷേത്ര റോഡിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷ തിരിയുന്നതിനിടെയായിരുന്നു തൊട്ടുപിറകെ വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്ക് പറ്റി. സ്കൂട്ടർ യാത്രക്കാരനായ ആമയൂർ സ്വദേശികളായ താജുദ്ദീൻ, റസീൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ ആമയൂർ സ്വദേശി രവീന്ദ്രൻ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലക്കീഴായി മറിയുകയും ചെയ്തു. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടം, ഒരാൾക്ക് പരിക്ക്. ചരക്ക് ലോറി മിനി ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2ാം മൈൽസിൽ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കൊപ്പം ഭാഗത്ത് വരികയായിരുന്ന മിനി ലോറിയും എതിരെ വന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ മിനി ലോറിയിലെ ഡ്രൈവർക്ക് കാര്യമായ പരുക്ക് പറ്റി. ഇയാളെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമറിഞ്ഞ് യാത്രക്കാരും സമീപവാസികളുമാണ് ഓടിയെത്തിയത്. പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ചൂട് കാരണമാണ് ഞാൻ യൂണിഷനിൽ വന്ന് കിടന്നത്. വീട്ടിൽ കിടക്കാൻ ഭയങ്കര ചൂടാണ്. അപ്പം ഇവിടെ കിടന്നുണ്ടെങ്കിലും വാഹനങ്ങൾ പോകുമ്പോൾ കുറച്ച് കാറ്റ് കിട്ടുമല്ലോ. അപ്പം അത് കാരണം ഇങ്ങനെ ഇവിടെ വന്ന് കിടന്നതാണ്. പിന്നെ ഈ 1:30 മണി സമയത്ത് സംഭവം. പിന്നെ മറ്റുള്ള യാത്രക്കാരൊക്കെ വാഹനങ്ങൾ നിർത്തി, എന്നിട്ട് ഡോറൊക്കെ വലിച്ച് പൊട്ടിച്ച് എന്നിട്ടാണ് അദ്ദേഹത്തെ എടുത്തത്. അതന്നെ ഈ എല്ലാവരും കൂടെ സൗണ്ട് പഠിക്കുക അങ്ങനെ എങ്ങനെ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഉണർന്നത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡ് ജംഗ്ഷനിൽ ക്രെയിൻ തകരാറിലായതോടെ പട്ടാമ്പി ടൗൺ ഗതാഗതക്കുരുക്കിൽ അമർന്നു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. പട്ടാമ്പി ടൗണിലെ ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷനിലാണ് ക്രെയിൻ യന്ത്രത്തകരാറിനെ തുടർന്ന് നടുറോട്ടിൽ കുടുങ്ങിയത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഇതോടെ പട്ടാമ്പി ടൗൺ ഗതാഗതക്കുരുക്കിൽ അമർന്നു. മണിക്കൂറോളമാണ് ഗതാഗതക്കുരുക്ക് ടൗണിൽ അനുഭവപ്പെട്ടത്. ചെറുതുരുത്തി ഭാരതപ്പുഴയിലെ റെയിൽവേ ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എറണാകുളം നിന്നും ചെറുതുരുത്തിലേക്ക് വരികയായിരുന്നു ക്രെയിൻ. കൂൾ സിറ്റി സമീപത്ത് വെച്ചായിരുന്നു തകരാർ നേരിട്ടത്. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. ക്രെയിൻ പൂർണ്ണമായും ഇവിടുന്ന് നീക്കം ചെയ്താൽ മാത്രമേ ഗതാഗതക്കുരുക്കിന് അയവുണ്ടാവുകയുള്ളൂ. കാൺമാനില്ലെന്ന് പരാതി. തിരുമിറ്റക്കോട് പെരിങ്ങന്നൂർ കൊപ്പത്ത് പാറമ്മൽ വീട്ടിൽ അഷ്റഫിന്റെ മകൻ 15 വയസ്സുള്ള മുഹമ്മദ് ഇർഫാനെയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 കാണാതായത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയതായി വിവരം ലഭിച്ചിരുന്നു. ബസ് ഇറങ്ങി സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഏരിയയിൽ കസേരയിൽ ഇരിക്കുന്നതായും CCTV ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷം പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയതായും വിവരം ലഭിച്ചു. 4 ദിവസം മുമ്പ് കാണാതായ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി 1-ാം മൈലിന് സമീപം ഒറവൻപാടത്ത് വീട്ടിൽ പരേതനായ വേലുമകൻ ശശി എന്ന മാനുകുട്ടനെയാണ് മരിച്ച നിലയിൽ വിയ്യൂർ പോലീസ് കണ്ടെത്തിയത്.
64 വയസ്സായിരുന്നു. തൃശൂർ പെരിങ്ങാവ് ജംഗ്ഷനിലാണ് മരിച്ച നിലയിൽ കണ്ടത്. ദേശമംഗലം കെട്ടിപ്പാറയിലുള്ള വീട്ടിൽ നിന്ന് ഞായറാഴ്ച മുതൽ ശശിയെ കാണാതാവുകയായിരുന്നു. വിയ്യൂർ പോലീസ് ശശിയുടെ ചിത്രം വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ അറിയിപ്പ് കൊടുത്തതോടെ ബന്ധുക്കൾ ഈ വിവരം അറിയുകയും ബുധനാഴ്ച സ്റ്റേഷനിലെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു ശശി. സുമതി ഭാര്യയും സൂര്യ മകളുമാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.